ജീവൻ രേഖയിലേക്ക് സ്വാഗതം. ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ചും കുട്ടികളിൽ സാധാരണ ചെയ്യേണ്ടി വരുന്ന ശസ്ത്രക്രിയകളും എപ്പോഴൊക്കെയാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതെന്നും അത് കുട്ടീനെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്കിന്ന് ഡോക്ടർ ജോയിയോട് ചോദിച്ചറിയാം. ഡോക്ടർ ജോയ് PVS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജനാണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. അപ്പം ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യമാകുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് വളരെ ആകുലത ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ഇപ്പം കൂടുതലായിട്ട് കുട്ടികളിൽ സർജറി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ സാധാരണ കാണുന്ന പ്രശ്നങ്ങളിൽ പലതരം ഹെർണിയകൾ, ഇൻഗ്വൽ ഹെർണിയ, അംബിലിക്കൽ ഹെർണിയ മുതലായ ഹെർണിയകൾ, പിന്നെ അൺഡിസെൻഡഡ് ടെസ്റ്റസ്, വൃഷണം താഴോട്ട് ഇറങ്ങി വരാതെയുള്ള കുട്ടികൾ, പിന്നെ പലതരം വയറുവേദനയ്ക്കുള്ള പലതരം കാരണങ്ങൾ, അപ്പൻഡിസൈറ്റിസ്, ഇൻഡോസസ്പെഷൻ മുതലായവ, പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിലെ പഴുപ്പിനുള്ള പല കാരണങ്ങൾ. എനിക്കൊന്ന് നമുക്ക് ഓരോന്നായിട്ടങ്ങ് പറഞ്ഞു പോകാൻ തോന്നുന്നു, അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഡോക്ടർ പറയുകയുണ്ടായി, അതായത് കുട്ടികളിൽ ഹെർണിയ കൂടുതലായിട്ടും കണ്ടുവരുന്നു എന്ന്. അതിപ്പം ഈ ഹെർണിയാസ് എന്ന് പറയുമ്പോൾ ജന്മനാൽ ഉള്ളതാണോ അതോ കുറച്ച് കഴിയുമ്പോൾ വരുന്നതാണോ ഹെർണിയ? കുട്ടികളിലെ ഹെർണിയ സാധാരണ ഭൂരിഭാഗവും ജന്മനാലുള്ളതാണ്. ജന്മനാലുള്ള ഹെർണിയ തന്നെ പലതും കണ്ടുപിടിക്കുന്നത് കുറച്ച് വൈകിട്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കും. ഇപ്പം ഡോക്ടർ ഇൻഗ്വനൽ ഹെർണിയ, അംബിലിക്കൽ ഹെർണിയ എന്നൊക്കെ പറഞ്ഞു. അംബിലിക്കൽ ഹെർണിയൊക്കെ സാധാരണ പേരൻസ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അംബിലിക്കൽ ഹെർണിയ ഇപ്പോൾ ജനിച്ചൊരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ സർജറി ചെയ്യണോ അതോ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് തന്നെ പോകാനുള്ള സാധ്യതകളുണ്ടോ? അംബിലിക്കൽ ഹെർണിയ സാധാരണ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 95% തന്നെ പോകും. അപ്പോൾ നമ്മൾ 3 വയസ്സ് വരെ വെയിറ്റ് ചെയ്യും. 3 വയസ്സായിട്ടും 3.5 വയസ്സായിട്ടും പോയിട്ടില്ലെങ്കിൽ മാത്രമേ അത് സർജറി ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ചില കുട്ടികളിൽ ഇതിനിടയ്ക്ക് അത് ഒബ്സ്ട്രക്റ്റഡ് ആവും എന്ന് പറഞ്ഞാൽ ഹെർണിയയിൽ കുടൽ വന്ന് കയറി അത് അവിടെ ബ്ലോക്ക് ആവും. അങ്ങനെ വരികയാണെങ്കിൽ കുട്ടിക്ക് വയറുവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും. അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ അതിന് മുമ്പ് സർജറി ചെയ്യും. അതില്ലെങ്കിൽ 3.5 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം. അംബിലിക്കൽ ഹെർണിയ ഒരു 3-3.5 വയസ്സ് വരെ തന്നെ ശരിയാവും നോക്കാം. കുട്ടികളിൽ വരുന്ന ഇൻഗ്വനൽ ഹെർണിയ, അതായത് വൃഷണത്തിന് മേളിൽ വീക്കം പോലെ വരുന്നത്, അത് സാധാരണ മാതാപിതാക്കളാണോ കണ്ടുപിടിക്കുന്നത് അതോ എന്തുകൊണ്ടാണ് അത് കണ്ടുപിടിക്കാൻ വൈകുന്നത്? സാധാരണ ഹെർണിയകൾ എപ്പോഴും അവിടെ ഒരു സ്വെല്ലിംഗ് ആയിട്ട് ഉണ്ടാവില്ല, ഇന്റർമീഡിയറ്റ് ഇടയ്ക്ക് വന്നത് പോകും. അപ്പോൾ ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യില്ല. അത് കാരണമാണ് ചിലപ്പോൾ അത് വൈകി പോകുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് വൈകിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് അതെങ്ങനെയാണ്? ഇപ്പം പേരൻസ് ചിലപ്പോൾ അത് നോർമൽ ആയിരിക്കും എന്ന് കരുതി വെക്കുന്നവർ പലരും ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് അതുകൊണ്ട് വേദന എന്തെങ്കിലും വരാറുണ്ടോ ഈ ഇൻഗ്വനൽ ഹെർണിയ കൊണ്ട്? കുട്ടികളുടെ ഇൻഗ്വനൽ ഹെർണിയ ശരിക്കും പറയുകയാണെങ്കിൽ 2 തരത്തിലുണ്ട്. അതിനകത്തോട്ട് ഒന്നിൽ ഹെർണിയയിലോട്ട് കുടലിറങ്ങി വരും, ഹെർണിയൽ സാക്കിലോട്ട്. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഗ്വൽ ഹെർണിയ. അതിൽ കുടലിറങ്ങി അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് വേദന ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ അതിനകത്തോട്ട് ഫ്ലൂയിഡ് മാത്രമേ വരുള്ളൂ, വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലൂയിഡ് മാത്രം, പെരിറ്റോണിൽ ഫ്ലൂയിഡ് മാത്രം വരും. അതിന് നമ്മൾ ഹൈഡ്രോസീൽ എന്ന് പറയും. അതിന് വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുടലിറങ്ങി വരുന്ന ഹെർണിയ നമ്മൾ ഉടനെ തന്നെ ഇത് കണ്ടുപിടിച്ച ഉടനെ തന്നെ സർജറി ചെയ്യും. കാരണം അത് തന്നെ പോകുന്ന പ്രശ്നമില്ല. അതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഇതുപോലെ കുടലവിടെ വന്ന് ബ്ലോക്കായി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അത് സർജറി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സർജറി ചെയ്യാം, വെയിറ്റ് ചെയ്യില്ല. അതേസമയം ഹൈഡ്രോസീൽ, അതിനകത്ത് വെള്ളം മാത്രം വന്ന തരം ഹെർണിയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ അത് തന്നെ പോകും. അപ്പോൾ അത് 2 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം ഹൈഡ്രോസീൽ. അതുകൊണ്ട് കുട്ടിക്ക് വേദനയോ പ്രശ്നങ്ങളോ ഒന്നും വരാറില്ല. അതിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടോ? വളരെ കുറവാണ്, വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. ഇപ്പം ഡോക്ടർ പറഞ്ഞു കുട്ടികളിൽ ഇപ്പം ഈ ഇൻഗ്വനൽ ഹെർണിയ ആണെങ്കിലും, അതായത് കുടൽ കയറി ഒബ്സ്ട്രക്ഷൻ ആയി അങ്ങനെ പെയിൻ വരുന്ന ഒരു കണ്ടീഷൻ, അതെല്ലാം സാധാരണ ഒരു വയറുവേദനയായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളിൽ വയറുവേദന വന്നാൽ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ വയറുവേദനയുടെ പ്രധാന കാരണങ്ങൾ ഒന്ന് ഗ്യാസ്ട്രൈറ്റിസ്, പിന്നെ കുട്ടികളുടെ മിസെൻട്രിക് അഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഉള്ളിലെ കടലകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്നാൽ ഉണ്ടാവും. പിന്നെ കുടലിലെ ഇൻഫെക്ഷൻ, വയറിളക്കത്തിൻ്റെ കൂടെയുള്ള, അതെല്ലാമാണ് സാധാരണ കാരണങ്ങൾ വയറുവേദനയ്ക്കുള്ള. പിന്നെ അപൂർവമായിട്ടാണ് ബാക്കി സർജിക്കൽ കോസുകൾ, പ്രത്യേകിച്ച് അപ്പൻഡിസൈറ്റിസ്, ഇൻഡോസസ്പെഷൻ, അതിൽ പിന്നെ മൂത്രത്തിൽ പഴുപ്പ്, ഇതെല്ലാം കാണുന്നത്. ഇപ്പം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൊച്ചിനൊരു വയറുവേദന വന്നാൽ തന്നെ, ഇപ്പം തീരെ കുഞ്ഞു പിള്ളേരുടെ കാര്യമല്ല, അല്ലാതെ ഒരു 15 വയസ്സുള്ള പിള്ളേർ വരെ ഉള്ളവർക്കും വയറുവേദന എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കുന്നത് അപ്പൻഡിക്സിൻ്റെ കാര്യമാണ്. അപ്പം കുട്ടികളിൽ എത്രത്തോളം ഇത് കോമൺ ആണ്? സാധാരണ പറയും ഒരു 15 മുതൽ 25 വയസ്സ് വരെയാണ് കൂടുതൽ അപ്പൻഡിക്സ് കാണുന്നതെന്ന്. അപ്പോൾ ഈ ചെറിയ കുട്ടികളിൽ, അതായത് 5 വയസ്സ് 10 വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ എത്രത്തോളം കോമൺ ആണ് ഈ അപ്പൻഡിസൈറ്റിസ്? കോമൺ ഏജ് ഗ്രൂപ്പ് ഒരു 10 വയസ്സിന് മുകളിലാണ്. പക്ഷേ 3 വയസ്സ് മുതൽ കാണാമത്. വളരെ കോമൺ അല്ലെങ്കിലും കാണാം. ചെറിയ പ്രായത്തിലുള്ള പ്രശ്നം അത് കണ്ടുപിടിക്കാനും ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
ബുദ്ധിമുട്ടാണ്. ഇപ്പം ജനിച്ച കുട്ടികളിൽ ഇപ്പം നിയോനേറ്റൽ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഇത് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാറുള്ളത് ജനിച്ച കുട്ടികളിൽ അപ്പൻഡിസൈറ്റിസ്? അപ്പൻഡിസൈറ്റിസ് വരാനുള്ള ഒരു കാരണം ചിലപ്പോൾ അപ്പൻഡിക്സിന്റെ ഉള്ളിൽ മലം കയറി അത് ബ്ലോക്ക് ആവും. അപ്പൊ അങ്ങനെ വരാം ഫീക്കോളിറ്റി എന്ന് പറയും. അങ്ങനെ വരുമ്പോഴാണ് ഇത് നേരത്തെ വരുന്നത്. ഈ ഫീക്കോളിറ്റി ഒന്ന് ബ്ലോക്ക് ആയാൽ അപ്പൻഡിക്സ് പെർഫറേറ്റ് ചെയ്യാൻ അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്, കോംപ്ലിക്കേഷൻസും സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ കുട്ടികളിൽ തന്നെ അപ്പൻഡിസൈറ്റിസ് വയറുവേദന വന്നു കഴിഞ്ഞാൽ സാധാരണ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ആണല്ലോ പോരാ, അതായത് ആന്റിബയോട്ടിക് കൊടുത്ത് അങ്ങനെ കുറച്ച് ദിവസം. പക്ഷേ എപ്പോഴാണ് ഒരു സർജറി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്? അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്താൽ സർജറിയാണ് അതിന്റെ ചോയ്സ്, ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ്. ഓക്കെ. കൺസർവേറ്റീവ്, പ്രത്യേകിച്ച് കുട്ടികളിൽ കൺസർവേറ്റീവ് ആയിട്ട് ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് സാധ്യത കൂടുതലാണ്, കുട്ടികളിൽ പെർഫറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അപ്പൻഡിസൈറ്റിസ് വരാനുള്ളൊരു കാരണം എന്താണ്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പൻഡിക്സിൽ ഫീക്കോളിറ്റി വന്ന് ബ്ലോക്ക് ആവുന്നതാണ്. അത് തടയാനായിട്ട് ചിലർ പറയാറുണ്ട് കുട്ടികളുടെ ബൗൽ ഹാബിറ്റ്സ് എല്ലാം നോർമൽ ആക്കിയാൽ ചെറുതായിട്ട് അങ്ങനെ, അതിലെന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? ഒരു ഇൻഡുസസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഡുസസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതൊരു 6 മാസത്തിനും 1.5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിലാണ് സാധാരണ കണ്ടുവരുന്നത്. അതിലും വലിയ കുട്ടികളിലും കാണാം, പക്ഷെ സാധാരണ ഈ ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത്. കുടലിന്റെ ഒരു ഭാഗം വേറൊരു ഭാഗത്തിനുള്ളിലോട്ട് കയറി പോകുന്നതാണ്, ടെലസ്കോപ്പിംഗ് പോലെ കയറി പോകും. ഇതിന്റെ ആദ്യത്തെ സിംറ്റം മിക്കവാറും വയറുവേദനയായിരിക്കും. അത് കഴിഞ്ഞ് ഛർദി ഉണ്ടാവും, പിന്നെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകും. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ഇതെല്ലാം വയറുവേദനയായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രിക് സർജന് അത് കണ്ടുപിടിക്കാനുള്ള ക്ലിനിക്കൽ സിംറ്റംസ് പറ്റും. ബട്ട് സ്റ്റിൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും ഈ ഒരു കുഞ്ഞിൽ ചെയ്യുന്നത് ഇൻഡുസസെപ്ഷൻ കണ്ടുപിടിക്കാനായിട്ട്? വയറ് പരിശോധിച്ചാൽ മിക്കവാറും കേസുകളിൽ അറിയാൻ പറ്റും. പിന്നെ നല്ലത് വയറിന്റെ സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് 100% നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇൻഡുസസെപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചികിത്സ? സർജറി അല്ലാതെ ഇനീഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാറുണ്ടോ? ഇൻഡുസസെപ്ഷന്റെ ഇപ്പോഴത്തെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ എന്ന് പറയും. എരിമ കൊടുക്കുന്ന പോലെ മലദ്വാരത്തിൽ കൂടെ വെള്ളം കയറ്റി അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഉള്ളിലോട്ട് പോയ കുടലിനെ പുറത്തോട്ട് തിരികെ കൊണ്ടുവരാൻ പറ്റും. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 24 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റിനെ ഇത് ചെയ്യാൻ പറ്റണം. അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനുള്ള ഇത് കൊണ്ട് ശരിയാവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വന്നാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യണം. അത് കാരണം വയറുവേദനയും വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുക എന്തെങ്കിലും ചെയ്ത് ചെറിയ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സർജനെ കാണേണ്ടതും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കേണ്ടതും ആവശ്യമാണ്. ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. കൂടുതൽ ലേറ്റ് ആയാൽ കുടൽ മുറിച്ച് കളയേണ്ടി വരും. ഈ കുട്ടികൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പം ഇപ്പോൾ ഒരു കീ ഹോൾ ശസ്ത്രക്രിയയുടെ കാലമാണല്ലോ. അപ്പം കുട്ടികളിൽ അപ്പൻഡിക്സ് ആണെങ്കിലും ഇൻഡുസസെപ്ഷൻ ആണെങ്കിലും ഏത് രീതിയിലുള്ള സർജറി ആയിരിക്കും ബെറ്റർ? അപ്പൻഡിസൈറ്റിസിന് ബെറ്റർ ലാപ്രോസ്കോപ്പിക് സർജറി തന്നെയാണ്. ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യാറുള്ളൂ എല്ലാ കുട്ടികളിലും. ഇൻഡുസസെപ്ഷന് ലാപ്രോസ്കോപ്പി പറ്റില്ല, നമ്മൾ തുറന്ന് തന്നെ ചെയ്യേണ്ടി വരും. ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഓപ്പൺ സർജറി. ഇപ്പം കുട്ടികളുടെ സർജറി, ഇപ്പം അഡൽട്സിനാണെങ്കിൽ നമുക്കിപ്പം പറഞ്ഞു കൊടുക്കാം ഇത്രയും സമയം ഫാസ്റ്റിംഗ് വേണം മീൻസ് സർജറിക്ക് മുമ്പ്. അപ്പോൾ കുട്ടികളിൽ തീരെ കുഞ്ഞു പിള്ളേരിലൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു 5 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ളവരെ ഫാസ്റ്റിങ്ങിൽ കൊണ്ടുവരാനും പേരൻസിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്നാമതേ പെയിനുള്ളൊരു കുട്ടി. അപ്പം അവർക്ക് എന്തൊക്കെ അഡ്വൈസാണ്? എത്ര ദിവസം, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിഷനായി എത്ര ദിവസം എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുത്ത് നോക്കേണ്ടി വരാറുണ്ട്? അല്ലെങ്കിൽ അനസ്തീഷ്യയ്ക്ക് സർജറിക്ക് മുമ്പ് ഫാസ്റ്റിംഗ് എത്ര നേരം വേണ്ടി വരുന്നുണ്ടോ? സർജറിക്ക് മുമ്പ് ചെറിയ കുട്ടികളിൽ 4 മണിക്കൂർ 4 മണിക്കൂർ സോളിഡിനും കട്ടിയുള്ള ആഹാരം 4 മണിക്കൂർ കൊടുക്കാതിരിക്കണം. ക്ലിയർ ഫ്ലൂയിഡ് 2 മണിക്കൂർ മുമ്പ് വരെ കൊടുക്കാം. 2 മണിക്കൂർ മുമ്പ് വരെ കൊടുക്കാൻ പറ്റും ക്ലിയർ ഫ്ലൂയിഡ്, പച്ചവെള്ളം. പിന്നെ ഈ വയറുവേദനയ്ക്ക് ഡോക്ടർ ഒരു കാരണം പറയുകയുണ്ടായി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ സാധാരണമായിട്ട് കാണുന്നതാണ്. അപ്പോൾ കുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത എന്തുകൊണ്ടാണ്? കുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നത് പല കുട്ടികൾക്കും ജന്മനാ തന്നെ യൂറിനറി ട്രാക്ടിന്റെ ഏതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും അസുഖം കാണും. അങ്ങനെയുള്ള കുട്ടികളിലാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പല പ്രാവശ്യം കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ഒരു പ്രാവശ്യം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. കുട്ടിയുടെ ബ്ലാഡറിനോ അല്ലെങ്കിൽ കിഡ്നിക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. എന്തൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ബ്ലാഡർ പ്രോബ്ലംസ്? ഒന്ന് ഹൈഡ്രോനെഫ്രോസിസ്, പെൽവിക് യൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് കിഡ്നി വീർത്തു വരുന്നത്. പിന്നെ രണ്ടാമതുള്ള കോമൺ കണ്ടീഷൻ വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന് പറയും. ബ്ലാഡറിൽ നിന്ന് സാധാരണ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലാഡറിൽ നിന്ന് മൂത്രം താഴോട്ട് മാത്രമേ പോകാവൂ. ഈ ബ്ലാഡറിന്റെയും യൂറിറ്റർ എന്ന് പറയുന്ന ട്യൂബിന്റെയും ഇടയ്ക്കുള്ള ഒരു വാൽവുലർ മെക്കാനിസം ഉണ്ട്. അത് ശരിക്കും ഡെവലപ്ഡ് അല്ലാത്ത കുട്ടികളിൽ മൂത്രം തിരിച്ച് കിഡ്നിയിലോട്ട് പോകും, താഴോട്ട് എത്തിക്കാനുള്ള
ട്യൂബ്. ആ ട്യൂബിന്റെയും ബ്ലാഡറിന്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനിൽ ഒരു വാൽവുലാർ മെക്കാനിസം ഉണ്ട്. അത് ശരിക്കും ഡെവലപ്ഡ് അല്ലാത്ത കുട്ടികളിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് യൂറിൻ തിരിച്ച് കിഡ്നിയിലോട്ട് പോകും, മേളിലോട്ട് പോകും. അതിനാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതുള്ള കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിരിക്കും. അപ്പം ഇങ്ങനെ അത് കൂടുതലും ആൺകുട്ടികളിലാണോ അതോ? റിഫ്ലക്സ് കൂടുതൽ കാണാറ് പെൺകുട്ടികളിലാണ്. പെൺകുട്ടികളിലാണ്. ഇപ്പം ഈ പറഞ്ഞ അതായത് വെസോക്കോ യൂറിറ്ററിക് റിഫ്ലക്സും അതുപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസും കുട്ടികൾ ഇപ്പം ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ടോ? ഹൈഡ്രോനെഫ്രോസിസ് ജനിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാം. റിഫ്ലക്സിന് കണ്ടുപിടിക്കാൻ വളരെ അധികം ഉണ്ടെങ്കിൽ, ഗ്രേഡ് 5 ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പം റിക്കറന്റ് യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പം ഇങ്ങനെയൊരു പ്രോബ്ലം കണ്ടെത്തിയാൽ എത്ര പെട്ടെന്ന് സർജറി ചെയ്യേണ്ടി വരും? ഇതിൽ കൺസർവേറ്റീവ് മാനേജ്മെന്റിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഉണ്ട്. അത് നമ്മൾ റിഫ്ലക്സ് ആണെങ്കിൽ അത് 5 ഗ്രേഡ് ഉണ്ട്. അതിനൊരു മിച്ചുറേറ്റിംഗ് സിസ്റ്റം യൂറിത്രോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഗ്രേഡ് ചെയ്യും. എത്ര ഗ്രേഡ് ഉണ്ട് എന്നുള്ളതനുസരിച്ച് നമ്മൾ മൂത്രക്കുഴലിലൂടെ ട്യൂബ് ഇട്ടിട്ട് ബ്ലാഡറിൽ ഡൈ കയറ്റിയിട്ട് കുട്ടീനെ കൊണ്ട് യൂറിൻ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ യൂറിൻ തിരിച്ചെത്ര ബ്ലാഡറിൽ നിന്ന് കിഡ്നിയിലോട്ട് പോകേണ്ടതെന്ന് നോക്കും. യൂറിറ്ററിന്റെ സൈസും എല്ലാം അടിസ്ഥാനമാക്കിയാണ് ഗ്രേഡിംഗ്. ഗ്രേഡിംഗ് ആദ്യത്തെ 3 ഗ്രേഡ് ആണെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ എന്തൊക്കെയായിരിക്കും? അതായത് ആന്റിബയോട്ടിക്, പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക് എല്ലാ ദിവസവും കൊടുക്കും. അത് ഈ ടെസ്റ്റ് നമ്മളൊരു 1 കൊല്ലം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. അതിനിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്ക് വരുന്നില്ലെങ്കിൽ, കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ കുട്ടിയുടെ കിഡ്നിക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ റീനോഗ്രാം എന്ന് പറഞ്ഞൊരു സ്കാനിങ് ഉണ്ട്. അത് നോക്കി കിഡ്നിക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കും. കിഡ്നിക്ക് പ്രശ്നങ്ങളില്ല, ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വന്നില്ലെങ്കിൽ ഗ്രേഡ് 3 വരെയുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കുട്ടിക്ക് 7 വയസ്സ് വരെ ആവണ വരെ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഗ്രേഡ് 4ഉം 5 ആണെങ്കിൽ സാധാരണ വെയിറ്റ് ചെയ്യാറില്ല. അതുപോലെ കുട്ടിയുടെ റീനോഗ്രാമിൽ കുട്ടിയുടെ റീനൽ കോർട്ടക്സിന് ഡാമേജ് ഉണ്ടെങ്കിലും വെയിറ്റ് ചെയ്യാറില്ല സർജറി. അതായത് കിഡ്നിക്ക് എന്തെങ്കിലും കുറച്ചൊരു ഡാമേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർജറി വെയിറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പിന്നീട് കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം എത്ര ശതമാനത്തോളം കുട്ടികളിൽ ഇപ്പം ഇങ്ങനെയൊരു പ്രോബ്ലം കണ്ടാൽ എത്ര ശതമാനത്തോളം കുട്ടികളിൽ ഗ്രേഡ് 4 and 5 കാണാറുണ്ട്? 30%. ഇവർക്ക് ലോങ് ടേം പ്രോഗ്നോസിസ്, ഇപ്പം ഇമീഡിയറ്റ്ലി സർജറി ചെയ്തു, ജനിച്ച ഉടനെ വിത്തിൻ 2-3 months ചെയ്തു, ഇങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ടോ? കുട്ടിക്ക് റീനൽ ഡാമേജ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും, നോർമൽ ലൈഫ്, പഴയ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ആയിരിക്കും. റീനൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിന്നീട് യൂറിനറി ഇൻഫെക്ഷൻസ് വരികയായിരിക്കുമോ സിംറ്റംസ്? അല്ല, പിന്നീട് ഇവർക്ക് വരാവുന്നത് ആ കിഡ്നിയുടെ പ്രവർത്തനം കുറച്ച് കുറവായിരിക്കും. പിന്നെ ഹൈപ്പർ ടെൻഷൻ വരാം ലേറ്റ്. കുട്ടികളിൽ രക്തസമ്മർദ്ദം കാണുന്നു. അപ്പം കുട്ടികളിൽ ഇപ്പം ചില ഇതൊന്നും കണ്ടുപിടിക്കാതെ ചിലപ്പോൾ കുട്ടികളിൽ രക്തസമ്മർദ്ദം കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ കിഡ്നി ഡാമേജ് മൂലമായിരിക്കാമോ? ആയിരിക്കാം. അതിന് ടെസ്റ്റ് അത് ചെയ്യുന്നുണ്ട്. യൂറിറ്ററി റിഫ്ലക്സ് ഡോക്ടർ പറഞ്ഞു സർജറി വേണ്ടി വരുമെന്ന്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ എന്ത് സർജറി ആയിരിക്കും ചെയ്യുന്നത്? ബിക്കോസ് ബേസിക് പ്രോബ്ലം വാൽവിലാണ്. അപ്പം എന്തായിരിക്കും അത് സർജറി ചെയ്യുന്നത്? റീഇംപ്ലാന്റേഷൻ എന്ന് പറയും. അതായത് ഈ ബ്ലാഡറും യൂറിറ്ററും തമ്മിലുള്ള ജംഗ്ഷനിലെ വാൽവുലാർ മെക്കാനിസം നോർമൽ അല്ല. അത് നമ്മൾ യൂറിറ്ററിനെ അവിടെ നിന്ന് വിടിയിച്ച് രണ്ടാമത് ഒരു സബ്മ്യൂക്കോസൽ ടണൽ എന്ന് പറഞ്ഞ ടണൽ ഉണ്ടാക്കി രണ്ടാമത് സ്വിച്ചർ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ്? അപ്പോൾ കാരണം നാച്ചുറലായിട്ട് ദൈവം തന്നൊരു വാൽവ് പ്രവർത്തിക്കുന്നില്ല, അപ്പം അതിന് വരെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയത് റീംപ്ലാന്റ് ചെയ്ത് വെക്കും. അപ്പം അങ്ങനെയുള്ളൊരു സർജറി ചെയ്യുമ്പോഴും പിന്നെയും ഇത് വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത വളരെ കുറവാണ്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ഒരു 10% താഴെ രണ്ടാമത് വരാൻ സാധ്യതയുള്ളൂ. ഇപ്പം രണ്ടാമതും ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തായിരിക്കും ചെയ്യുന്നത്? അത് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് തന്നെ. കൂടുതൽ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് റീഇംപ്ലാന്റേഷൻ രണ്ടാമത് ചെയ്യേണ്ടി വരും. പിന്നെ അതിനകത്ത് നമുക്ക് ഡിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു അതിൻ്റെ മ്യൂക്കോസയുടെ അടിയിൽ ഇഞ്ചെക്ട് ചെയ്യാം. ഓപ്പണിങ്ങിൻ്റെ സൈസ് കുറയ്ക്കാവുന്നതായിട്ട്. ഓക്കെ, അപ്പം റിഫ്ലക്സ് താരതമ്യേന കുറവായിരിക്കും. ഇപ്പോൾ കൺജനൈറ്റൽ ഹൈഡ്രോനെഫ്രോസിസ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? പൈലോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് കിഡ്നിയുടെ പെൽവിസും യൂറിറ്ററും തമ്മിലുള്ള ജംഗ്ഷനിലെ ബ്ലോക്കാണ് ഹൈഡ്രോനെഫ്രോസിന്റെ കാരണം. അതായത് കിഡ്നിയിൽ നിന്നും പെൽവി യൂറിട്രിക് ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ നാരോ ആയിരിക്കും ജന്മന. അപ്പോൾ ആ നാരോ ആയിട്ടുള്ള സെഗ്മെന്റ് എടുത്ത് കളഞ്ഞ് രണ്ടാമത് അനസ്റ്റമോസ് ചെയ്യും. കിഡ്നിയിൽ നിന്നും മൂത്രം താഴേക്ക് ബ്ലാഡറിലേക്ക് ഒഴുകുന്ന ആ ഭാഗത്ത്, അതായത് യൂറിറ്റർ എന്ന യൂറിറ്ററിന്റെയും പെൽവിസിന്റെയും ജംഗ്ഷനിൽ വരുന്ന ആ ഒരു നാരോയിങ് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ലെങ്ത്തിലായിരിക്കും യൂഷ്വലി ഇത് വരും. അത്രേ ഉണ്ടാവുള്ളൂ നാരോ സെഗ്മെന്റ്. അത് എടുത്ത് കളഞ്ഞ് എന്നിട്ട് രണ്ടാമത് ചെയ്യും. ഓക്കെ, പിന്നെ സാധാരണ വരുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും കുട്ടികളിൽ?
പിന്നെ കുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സാധാരണ ഒരു കോസ് ആൺകുട്ടികളിൽ കാണുന്നത് പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് എന്ന് പറയും. അത് ജന്മനാ തന്നെ മൂത്രക്കുഴലിൽ യൂറത്രയിൽ വരുന്ന ബ്ലോക്കാണത്. അതുള്ള കുട്ടികളിൽ ജനിക്കുമ്പോൾ മുതൽ മൂത്രം ശരിക്കും പോവില്ല, അല്ലെങ്കിൽ പോകുന്നതിന്റെ ഫോഴ്സ് കുറവായിരിക്കും, മൂത്രം ഒഴിക്കുമ്പോൾ കുട്ടി മുക്കും. ഇത് രണ്ടുമാണ് അതിന്റെ സിംറ്റംസ്. എനിക്കൊന്ന് ഈ ഒരു കണ്ടീഷൻ എനിക്ക് അൾട്രാസൗണ്ടിൽ ജനിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ജനിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ചിലരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഈ ബ്ലാഡർ ഒബ്സ്ട്രക്ഷൻ വന്ന് പിന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുറയുന്നൊരു സ്റ്റേജിലേക്ക്. അപ്പം ആ ഒരു വളരെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കുഞ്ഞിന് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീടേമായിട്ട് ജനിപ്പിക്കേണ്ടിയും വരാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ ഇൻട്രായൂട്രൈൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാറുണ്ട്? ഇൻട്രായൂട്രൈൻ ആയിട്ട് ഇപ്പോൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻട്രായൂട്രൈൻ ആയിട്ട് നമ്മൾ ബ്ലാഡർ ഇതിനകത്തുള്ള പ്രശ്നം കുട്ടി ശരിക്കും മൂത്രം പോവില്ല, അപ്പോൾ ബ്ലാഡറിൽ മൂത്രം കെട്ടിക്കിടക്കും. അപ്പോൾ അതിന് നമ്മളൊരു കത്തീറ്റർ ബ്ലാഡറിലോട്ട് ഇട്ട് കൊടുക്കും, വയറിന്റെ അടിഭാഗത്ത് കൂടെ. തൽക്കാലം മൂത്രം അതിൽ ഡൈവേർട്ട് ചെയ്ത് പുറത്തേക്ക് വെസൈക്കോ അമ്നിയോട്ടിക് ഷണ്ട്. അപ്പം ഇത് വെസൈക്കോ അമ്നിയോട്ടിക് ഷണ്ട് വെച്ചിട്ട് ജനിച്ചതിന് ശേഷം പിന്നെ സാധാരണ സർജറി. അപ്പൊ എന്ത് സർജറി ആയിരിക്കും ചെയ്യുന്നത് ഇങ്ങനെ ഒരു കേസിൽ? അത് എൻഡോസ്കോപ്പി ചെയ്ത് ഇത് ചെറിയൊരു വാൽവായിരിക്കും, ഒരു മ്യൂക്കോസൽ ഫോൾഡ് മാത്രം, വളരെ തിന്നായിട്ടുള്ളത്. അത് നമ്മള് കോട്ടറി കൊണ്ട് കരിച്ചു കളയും. വളരെ ചെറിയ പ്രൊസീജിയർ വളരെ മൈനറാണ്. പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം ഇതുള്ള കുട്ടികളുടെ കിഡ്നി മിക്കവാറും ഡാമേജഡ് ആയിരിക്കും. അപ്പോൾ കിഡ്നി എത്രമാത്രം ഡാമേജഡ് ആണ് എന്നുള്ളതനുസരിച്ചിരിക്കും പിന്നീട് കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരും. അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ സ്കാനിങ് വെച്ച് ഡിറ്റക്ട് ചെയ്ത് അതിന് അകത്ത് വെച്ച് തന്നെ ചെറിയൊരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഡെഫിനറ്റ്ലി പുറത്തു വരുമ്പം കുറച്ചൊരു ബെറ്റർ പ്രോഗ്നോസിസ് ആയിരിക്കും. അത് കുറച്ച് ലോങ് ടൈം സ്റ്റഡി കൊണ്ട് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് പറയേണ്ട സ്റ്റേജ് ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ കുട്ടികൾക്ക് കിഡ്നിക്കും ഇതിന്റെ കൂടെ ഡാമേജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ മൂത്രം കെട്ടിക്കിടക്കാതെ തന്നെയുള്ള ഡാമേജ് റീനൽ ഡിസ്പ്ലേസിയ എന്ന് പറയും. അപ്പൊ അത് നമ്മൾ യൂറിൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അത് മാറില്ല. ആദ്യത്തെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ വറീഡ് ആയിരിക്കും സെക്കൻഡ് ചൈൽഡിനും അത് വരുമെന്നുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു ജനറ്റിക് റീസൺ ഇതിനുണ്ടോ? ഇല്ല, സാധാരണ അങ്ങനെ കാണാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ഫാമിലിയിൽ അങ്ങനെ കാണാറുള്ളൂ. പിന്നീട് ഡോക്ടർ ഇപ്പോൾ വയറുവേദനയ്ക്ക് പല കാരണങ്ങൾ പറഞ്ഞു. വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും കുട്ടികളിൽ വയറുവേദന വരുന്നത്? പിന്നെ വേറൊരു കോമൺ കാരണം ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറയും, വൃഷണം തിരിഞ്ഞു പോകുന്നത്. സാധാരണ കുട്ടികളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം വയറുവേദനയും അടിവയറുവേദനയും ഛർദിയായിട്ടാണ് കാണുക. അപ്പോൾ മിക്കവാറും പാരന്റ്സ് വയറ് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, ടെസ്റ്റിസ് ശ്രദ്ധിക്കില്ല. ഇതിന്റെ പ്രശ്നം ഇത് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റിസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ പോകും. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 6 മണിക്കൂറിനുള്ളിൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ടെസ്റ്റിസ് നശിച്ചു പോകും. അപ്പം പേരന്റ്സ് വയറുവേദന അടിവയറുവേദന വരെ ഛർദി ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ബിക്കോസ് 4 hours എന്ന് പറയുന്നത് വളരെ ഒരു ഷോർട്ട് പീരീഡ് ആണ്. ആ ഒരു പേരൻസും എനിക്ക് തോന്നുന്നില്ല ഒരു വയറുവേദന വരുമ്പം പെട്ടെന്ന് തന്നെ അവർ ഫസ്റ്റ് വീട്ടിലിരിക്കുന്ന മരുന്നൊക്കെ ഒന്ന് കൊടുത്ത് ട്രൈ ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ആ ഒരു സമയം കൊണ്ട് മിക്കവാറും ലൈക്ക് നെക്രോസിസ് ആയിട്ടുണ്ടാവും. അപ്പം അടിവയറ് വേദന വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ യൂറിൻ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസ് സൊളനാവും, വീർത്തു വരും ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ ഇത് സർജിക്കലി കറക്റ്റ് ചെയ്യുമ്പോൾ ഡീടോർഷൻ ചെയ്യണോ അതോ അത് എന്താ ചെയ്യുന്നത്? സാധാരണ ഇത് തിരിഞ്ഞു പോയത് കറക്റ്റ് ചെയ്യും. പിന്നെ പിന്നീട് തിരിയാതിരിക്കാനായിട്ട് ഇത് സ്ക്രോട്ടൽ വാളായിട്ട് ഫിക്സ് ചെയ്യും. ജന്മന ഇതിന്റെ ഫിക്സേഷൻ നോർമൽ ആയിരിക്കില്ല, അതുകൊണ്ടാണ് ഇത് തിരിയുന്നത്. അപ്പൊ ഒരു സൈഡിലുണ്ടെങ്കിൽ മറ്റേ സൈഡിലും അതുപോലെ തന്നെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ മറ്റേ സൈഡും ഫിക്സ് ചെയ്യും. ഈ കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരാറുണ്ടോ? ഭാവിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും വരാറില്ല. പിന്നെ ഡോക്ടർ നേരത്തെ പറയുണ്ടായി അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അതായത് വൃഷണം താഴേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെയുള്ള കേസിൽ അത് എന്ത് സർജറി ആയിരിക്കും ചെയ്യുന്നത്? ഓർക്കിയോപെക്സി എന്ന് പറയും, അതായത് വൃഷണം നമ്മൾ താഴോട്ട് കൊണ്ടുവരാം. ഇത് താഴോട്ട് ഇറങ്ങാത്ത വൃഷണത്തിലുള്ള പ്രശ്നം അത് വയറിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ബോഡി ടെമ്പറേച്ചർ വൃഷണത്തിലെ കുറവാണ് വയറിൻ്റെ ഉള്ളിലേക്കാളും. അപ്പോൾ ടെസ്റ്റിസ് ശരിക്കും ഡെവലപ്പ് ചെയ്യാനായിട്ട് ബോഡി ടെമ്പറേച്ചറിലും കുറഞ്ഞ ടെമ്പറേച്ചർ മതി. വയറിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ ഈ ടെസ്റ്റിസിലെ സെൽസ് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത് കാരണം നമ്മളൊരു 6 മാസം ആകുമ്പോഴേക്കും ഇത് താഴേക്ക് കൊണ്ടുവരണം ഓപ്പറേറ്റ് ചെയ്ത്. സർജറി ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും അഡൽട്ട് ആകുമ്പോൾ ഉണ്ടാവാറുണ്ടോ? ഒരു സൈഡിൽ മാത്രം അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ഉള്ളെങ്കിൽ സാധാരണ വലിയ പ്രശ്നങ്ങൾ കാണാനില്ല. പക്ഷെ ബൈലാറ്ററലി 2 സൈഡിലുമുള്ള കുട്ടികൾക്ക് ചിലവർക്ക് പിന്നീട് ഇൻഫെർട്ടിലിറ്റിക്ക് ചാൻസ് കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി ആവണമെന്ന് നിർബന്ധമില്ല, എന്നാലും
ഇപ്പം ഇനീഷ്യലി ഡെഫിനറ്റ്ലി ഇപ്പം മിക്ക കുട്ടികളും ജനിച്ച ഉടനെ പീഡിയാട്രീഷ്യൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും. പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെ കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആയിട്ടും വരാറുണ്ട്. ഡോക്ടർ പറഞ്ഞു 6 മാസം ആകുമ്പോഴത്തേക്കും സർജറി ചെയ്യണം. ഇപ്പം ഇഫ് ഇറ്റ് ഈസ് ഡയഗ്നോസ്ഡ്, ഇപ്പം ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് സർജറിക്ക് വരാൻ 2-3 വയസ്സിലായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള കേസിൽ എത്രത്തോളം അവരെ ഭാവിയിൽ ബാധിക്കാറുണ്ട്? അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇത് താഴോട്ട് ടെസ്റ്റിസ് ഓർക്കിയോപെക്സ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരും. കാരണം ഇതിന്റെ സ്പെർമാറ്റോജെൻസിസ് സ്പേം ഉണ്ടാവുന്നത് കുറച്ച് കുറവായിരിക്കുമെങ്കിലും ഹോർമോണൽ ഫംഗ്ഷൻ എല്ലാം നോർമലായിരിക്കും. അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും സർജറി തന്നെ ചെയ്യണം. പിന്നെ മറ്റേ ടെസ്റ്റിസ് നോർമലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഫെർട്ടിലിറ്റി എല്ലാം നോർമലായിരിക്കും. കുട്ടികളിൽ ഇപ്പം ഛർദി സാധാരണയായിട്ടുണ്ടാവും, പക്ഷേ എസ്പെഷ്യലി ഈ മഞ്ഞ നിറത്തിൽ ഛർദിക്കുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും ഈ മഞ്ഞ നിറത്തിലുള്ള ഛർദി വരുന്നത്? കുട്ടികളിൽ മഞ്ഞ നിറത്തിൽ ഛർദിക്കുകയാണെങ്കിൽ ഉടനെ അത് ഒരു സർജനെ കാണിക്കണം. ഇതിലൊരു 60% പേർക്കും എന്തെങ്കിലും ഒരു സർജിക്കൽ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ കുട്ടികളിൽ കുടലിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവാം. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് മാൽറൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. അതായത് കുട്ടി ജന്മനാ തന്നെ കുടലിൽ തിരിഞ്ഞ് അതിന്റെ ലേ നോർമൽ അല്ല, തിരിഞ്ഞു കിടക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഈ കുടല് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. വോൾവിലിസ് എന്ന് പറയും. അപ്പൊ അത് വരുന്നതിന് മുമ്പ് നമ്മളിത് കറക്റ്റ് ചെയ്ത് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട്. വോൾവിലിസ് വന്നു കഴിഞ്ഞാൽ ചെറുകുടല് കംപ്ലീറ്റ് ബ്ലഡ് സപ്ലൈ ഇല്ലാതെ നശിച്ചു പോകും. പിന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മാൽറൊട്ടേഷൻ ഉണ്ട് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കുട്ടി വൊമിറ്റ് ചെയ്തു, ഓക്കെ, അപ്പം ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോഴായിരിക്കും. അതല്ലാതെ തന്നെ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേറിയം മീൽ ചെയ്ത് സ്റ്റഡി ചെയ്ത് എത്ര ഇപ്പം ഈ മാൽറൊട്ടേഷനൊക്കെ അറിയാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നല്ലേ? മീൻസ് ജനിച്ച ഉടനെ തന്നെ അറിയാൻ? ചില കുട്ടികളിൽ ജനിച്ച ഉടനെ തന്നെ മഞ്ഞനിറത്തിൽ ഛർദ്ദിക്കും. ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് സോളിഡ് ആയിട്ട് എടുക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മാൽറൊട്ടേഷൻ സാധാരണ ഒരു നല്ല ശതമാനം കുട്ടികളിലും ജനിച്ച ഉടനെ തന്നെ മഞ്ഞനിറത്തിൽ ഛർദി ഉണ്ടാവും. സോളിഡ് ഡയറ്റ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വന്നത് പാർഷ്യലി ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴാണ്. അട്രീസിയകൾ, അതിന്റെ പാർഷ്യൽ അട്രീസിയ, ഇൻഡസ്റ്റൈനൽ സ്റ്റീനോസിസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സോളിഡ് ഡയറ്റ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡ്യൂഡിനം ആ ഭാഗത്ത് സ്റ്റീനോസിസ് വരുമ്പോഴാണ് സോളിഡ് ഡയറ്റ് ഒരു 6 മാസം 8 മാസം ആ സമയത്ത് ഛർദി തുടങ്ങും. ഇപ്പം ഈ കുട്ടികളിൽ വരുന്ന മഞ്ഞപ്പിത്തം എത്രത്തോളം, അങ്ങനെ വരുന്ന കേസുകളിൽ എത്രത്തോളം പ്രോബ്ലംസ് ആണ് ഈ സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്? ചെറിയ കുട്ടികൾ ന്യൂ ബോൺസിൽ വന്ന മഞ്ഞപ്പിത്തം ഭൂരിഭാഗവും 90-95% സർജിക്കലായിരിക്കില്ല, ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആയിരിക്കും. പക്ഷെ ഒരു 3-5% വരെ ചിലപ്പോൾ സർജിക്കൽ പ്രശ്നങ്ങൾ കാണാം. ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആദ്യത്തെ 2-3 ആഴ്ച കൊണ്ട് പോകും. സർജിക്കൽ ജോണ്ടിസ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. പ്രത്യേകിച്ച് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ബിലിയറി അട്രീസിയ, അതായത് പിത്തനാളി ഡെവലപ്പ് ചെയ്യാത്തത്, അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അതുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 ആഴ്ചക്കുള്ളിൽ അത് കണ്ടുപിടിച്ച് സർജറി ചെയ്യണം. അതല്ലെങ്കിൽ ഇവരുടെ ലിവർ ഡാമേജ് ആയി പോകും, സിറോസിസ് വരും. സിറോസിസ് വന്നാൽ പിന്നീട് അത് നമുക്ക് നോർമലാക്കാൻ പറ്റില്ല. പിന്നെ അത് കുട്ടിക്ക് പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും. അപ്പോൾ കുട്ടികളിൽ 3 ആഴ്ചയിൽ കൂടുതൽ ജോണ്ടിസ് കാണുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ബിലിയറി അട്രീസിയ എന്ന കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സർജിക്കലി എന്താണ് ചെയ്യുന്നത്? സർജിക്കലി നമ്മൾ ലിവറിൽ നിന്ന് ചെറുകുടലിലോട്ടുള്ള പിത്തനാളി, കോമൺ ബൈൽ ഡക്റ്റ്, അത് ഇവർക്ക് ഡെവലപ്ഡ് ആയിരിക്കില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ കുടലിന്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് ലിവറിലോട്ട് കണക്ട് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഈ സർജറിക്ക് ശേഷം നോർമൽ ലൈഫ് ആയിരിക്കും അതോ പിന്നീട് പ്രശ്നങ്ങൾ വരാറുണ്ടോ? ഏർലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 6 ആഴ്ചക്ക് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഭൂരിഭാഗം പേർക്കും പിന്നീട് വലിയ പ്രശ്നങ്ങൾ കാണില്ല. പക്ഷെ 6 ആഴ്ച കഴിഞ്ഞാൽ മിക്ക കുട്ടികളിലും സിറോസിസ് തുടങ്ങിയിട്ടുണ്ടാവും. അവർക്ക് പിന്നീട് ലിവർ ഫെയിലിയറും അതിൻ്റെതായ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഡോക്ടർ ഇത്രയും സമയം കുട്ടികളിൽ സാധാരണ വരുന്ന സർജിക്കൽ ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസിനെ പറ്റിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു പേരൻസ് ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് വയറുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും അസാധാരണമായിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിരിക്കണം. കാരണം പലതും ശസ്ത്രക്രിയ ചെയ്ത് അല്ലെങ്കിൽ ശരിയായ ചികിത്സാരീതി കൊടുത്താൽ ഭാവിയിലുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പം ഇത്രയും സമയം ഈ ജീവൻ രേഖ പരിപാടിക്ക് വേണ്ടി വന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.